ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ക്രോഷേ മമ്മ. ഇന്ന് ഞാൻ കുറേ യാൺസും ഹുക്കും നീഡിൽസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഞാൻ ഏത് ടൈപ്പ് യാണാണ് അമിഗുർമി പാറ്റേൺസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ മെസ്സേജ് അതാണ്. അപ്പോൾ ഫസ്റ്റ് യാൺസിനെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് ടൈപ്പ് യാൺസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ പാറ്റേൺസിന് സ്യൂട്ടായിട്ടുള്ള യാൺസ് മാത്രമാണ് വാങ്ങിക്കാറുള്ളത്. അമിഗുറുമി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് യാൺസ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കോട്ടൺ യാൺസ് ആണ് ബെസ്റ്റ് എന്ന് കേട്ടതുകൊണ്ട് കോട്ടൺ യാൺസ് ആയിരുന്നു വാങ്ങിയത്. അങ്ങനെ ഫസ്റ്റ് ടൈം വാങ്ങിയൊരു യാണാണ് കോട്ടൺ 2 പ്ലൈ ആണ്. ഇതുണ്ടല്ലോ 2 സ്ട്രാൻഡ് ഉണ്ടാവും ഈ ഒരു യാണിന്. പക്ഷേ ഈ യാണ് വളരെ തിന്നാണ്. പ്രൊഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് വളരെ സ്മോൾ പ്രൊഡക്റ്റായിട്ടാണ് കിട്ടുക. പിന്നെ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു സെറ്റ് ഓഫ് 10 കളറിൻ്റെ കോട്ടൺ ക്രോഷേ യാൺ പറഞ്ഞിട്ട് കണ്ടു. അത് വാങ്ങി നോക്കിയപ്പോൾ നല്ല ഫിനിഷിങ്ങൊക്കെ ഉള്ള യാണാണ്, പക്ഷേ വളരെ തിന്നായിരുന്നു. ഇത് കോട്ടൺ 3 പ്ലൈ ആണാണത്. കണ്ടില്ലേ, ഇത് 3 സ്ട്രാൻഡ് ഉണ്ടാവും ഇതുപോലെ. ഇത് ആങ്കർ പറഞ്ഞ ബ്രാൻഡിൽ പിന്നീട് ഞാൻ സെർച്ച് ചെയ്ത് വാങ്ങിയപ്പോൾ പേൾ കോട്ടൺ ആണ് അതിൽ കണ്ടിട്ടുള്ളത്. നല്ല യാണാണ്, പക്ഷെ പ്രൊഡക്റ്റ് വളരെ ചെറുതായിരിക്കും. വലിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ കഴിയില്ല, അതിന് ഒരുപാട് ടൈം എടുക്കും. പിന്നെ ആങ്കറിൻ്റെ തന്നെ വേറെ മേഴ്സറൈസ്ഡ് കോട്ടൺ യാൺസ് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയ യാണാണ്. ഇതിലൊക്കെ നല്ല കളേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ കുറച്ച് തിൻ സൈസ് ആയിരിക്കും അത്. എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് യാൺസ് ആണത്, മേഴ്സറൈസ്ഡ് കോട്ടൺ യാണിൽ തന്നെ. ഇതും 3 പ്ലൈ ആണ് തന്നെയാണ്, പക്ഷെ നേരത്തെ കണ്ട 3 പ്ലൈനെക്കാട്ടിലും കുറച്ചും കൂടി തിക്നെസ് കൂടിയിട്ടുള്ളതാണ്. അല്ലേ, 3 പ്ലൈ തന്നെ 3 സ്ട്രാൻഡ് ഉണ്ടാവും ഒരു യാണിൽ തന്നെ. പക്ഷെ നേരത്തെ കുറച്ചുകൂടി തിക്നെസ് കൂടിയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബിഗ് പ്രൊഡക്ട്സ് ചെയ്യാൻ കഴിയും. ഞാൻ കുറേ കാലം ഈ യാൺ വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുള്ളത്. കാരണം നല്ല ഫിനിഷിങ് ഇരിക്കും ചെയ്താൽ. ഇതിനൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് ഈ ഒരു യാണിനൊക്കെ. അപ്പോൾ പ്രൊഡക്റ്റ് നല്ല ഭംഗിയിരിക്കും കാണാൻ, നല്ല സോഫ്റ്റും ഇരിക്കും. പക്ഷെ വലിയ പ്രൊഡക്റ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് ടൈം എടുക്കലുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് അന്ന് ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ മേഴ്സറൈസ്ഡ് യാൺ തന്നെ വേറൊരു ബ്രാൻഡിൽ ഇതുപോലെ മൾട്ടി കളേഴ്സും അവൈലബിൾ ആയിരുന്നു. മൾട്ടി കളേഴ്സിൽ ഇതും 3 സ്ട്രാൻഡഡ് തന്നെയാണ്. 3 പ്ലൈ മൾട്ടി കളർ മേഴ്സറൈസ്ഡ് യാണാണ്. ഇതും നല്ല ഭംഗിയാണ്. ഇതുകൊണ്ട് ഞാൻ ഫ്ലവേഴ്സൊക്കെ ചെയ്യലുണ്ട്. ഫ്ലവർ, ഹെഡ് ബാൻഡ്, ആക്സസറീസ് എല്ലാം ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും. ഇത് വേറെ ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കും ആങ്കറിൻ്റെ 3 പ്ലൈനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു തിക്നെസ് കൂടിയ പോലെയാണ് എനിക്കന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. ആങ്കറിൻ്റെ യാണ് വെച്ച് ഫ്ലവർ ചെയ്യുമ്പോഴും ഇത് വെച്ചിട്ട് ഫ്ലവർ ചെയ്യുമ്പം സൈസ് ഡിഫറൻസ് വരാറുണ്ട്. ഇതിൻ്റെ പ്ലെയിൻ കളേഴ്സും അവൈലബിൾ ആയിരുന്നു. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് കളേഴ്സേ ഉള്ളൂ. അതിലൊന്നാണ് ഈ ഗ്രേ കളറ്. ഇത് ചില ബ്രാൻഡിൽ ഇത് 4 പ്ലൈ ആയിട്ട് വരാറുണ്ട്, ചില കമ്പനിയിൽ ഇത് 3 പ്ലൈ ആയിട്ട് തന്നെ പ്ലെയിൻ കളേഴ്സും വരാറുണ്ട്. ഇതെൻ്റെ കയ്യിലുള്ളത് 4 പ്ലൈ ആണ്. 4 പ്ലൈ മേഴ്സറൈസ്ഡ് കോട്ടൺ ആണ്, പ്ലെയിൻ കളേഴ്സാണ്. ഇത് വെച്ചിട്ടും അമിഗുറുമി ചെയ്യാറുണ്ട്. ചെയ്താലും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പ്രൊഡക്റ്റായിരുന്നു. ഇതിൽ നല്ല സോഫ്റ്റ് യാൺ തന്നെയാണ് ഇതും. ഇതെല്ലാം കോട്ടൺ യാൺസ് ആണ്. കോട്ടണിൽ തന്നെ ഡിഫറെൻറ്റ് സൈസാണെന്നുള്ളൂ. ഈ ആങ്കറിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സും അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഈ യാണ് വെച്ചിട്ട് ഫ്ലവേഴ്സും ഹെയർ ആക്സസറീസൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഇപ്പോഴും ഇത് വെച്ചിട്ട് തന്നെയാണ് ഹെയറിൻ്റെ ആക്സസറീസ് എല്ലാം ചെയ്യാറുള്ളത്. ഇത് വെച്ചിട്ട് അമിഗുറുമി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഒരുപാട് കോട്ടൺ യാൺസ് വീണ്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കിട്ടിയതായിരുന്നു ഈ കോട്ടൺ യാണ്. ഇത് കോട്ടൺ 4 പ്ലൈ ആണ് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് വാങ്ങിയതാണ്. ഇത് വേറൊരു സൈറ്റിൽ നിന്ന് കിട്ടിയൊരു യാണാണ്. രണ്ടും കോട്ടൺ 4 പ്ലൈ തന്നെയാണ്.
ഇതുപോലെ ഒരു സ്ട്രാൻഡിൽ ഒരു യാണിൽ തന്നെ 4 സ്ട്രാൻഡ്സ് ഉണ്ടാവും. കോട്ടൺ 4-ply നല്ല സോഫ്റ്റാണ് ഈ യാണ്. ഇതായിരുന്നു എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള യാൺസ്. ഇത് വാങ്ങിയതിന് ശേഷം പിന്നീട് ഞാൻ ഈ യാൺസ് വെച്ചിട്ട് തന്നെയാണ് ഫുൾ അമിഗുരുമി പാറ്റേൺസ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് യാണാണ്. ചില പേജിൽ ഇത് ബേബി സോഫ്റ്റ് കോട്ടൺ 4-ply യാൺസ് പറഞ്ഞിട്ടാണ് തരുന്നത്. നല്ല സോഫ്റ്റാണ്. ഇത് കോട്ടൺ പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ യാണാണ്. അത് മാജിക് നീഡിൽ എന്ന സൈറ്റിൽ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത്. ഇത് ട്രൈ ചെയ്യാൻ ഞാൻ കുറച്ച് യാൻസ് ആയിരുന്നു ഫസ്റ്റ് വാങ്ങിയത്. പക്ഷെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ടായിരുന്നു. പിന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഈ കോട്ടൺ 4-ply പറയണത്. ഡിഫറെൻറ്റ് പേജിൽ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങണമെന്നുള്ളൂ. ചില പേജിൽ എല്ലാ കളേഴ്സും കിട്ടണമെന്നില്ല. അങ്ങനെ പല പേജിൽ നിന്നും ഞാൻ ഈ കോട്ടൺ 4-plyൻ്റെ യാൻസ് കളക്ട് ചെയ്യാറുണ്ട്. ഇത് വേറെ സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. മൾട്ടി കളർ കോട്ടൺ 4-ply ആണ്. ഇത് നല്ല ഭംഗിയാണ്, നല്ല സോഫ്റ്റാണ് ഇതെല്ലാം. ഇത് വെച്ചിട്ടും ഞാൻ ചെയ്യാറുണ്ട്. ഇതെല്ലാം കോട്ടൺ യാൻസ് ആണ്. സൈസിലാണ് ഇവരുടെയൊക്കെ ഡിഫറൻസ് ഉള്ളത്. ഇതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് നോക്കാം. കോട്ടൺ 2-ply, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ കോട്ടൺ 3-ply ആണ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബ്രാൻഡാണ്. ആങ്കറിൻ്റെ ബ്രാൻഡ് എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോയി. കോട്ടൺ 2-ply നോക്കാം. പിന്നെ കോട്ടൺ 3-ply ആണ്. പിന്നെ ആങ്കറിന് തന്നെ മേഴ്സറൈസ്ഡ് 3-ply ആണ്. പിന്നെ ഇത് ഒരു കോട്ടൺ 4-ply മേഴ്സറൈസ്ഡ് യാണാണ്. ഇത് വൈറ്റ് റോസ് എന്ന കമ്പനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. ലാസ്റ്റ് വൺ കോട്ടൺ 4-ply ആണ്. നോക്കിയാൽ എന്നെ മനസ്സിലാവും. തിക്നെസ് 4-plyക്കാണ് നല്ല തിക്നെസ് ഉള്ളത്. 2-ply 3-ply ഒക്കെ വളരെ തിന്നാണ്. ഇതെല്ലാം വെച്ചിട്ട് അമിഗുരുമി ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു കറക്റ്റ് ലെങ്ത്തും കറക്റ്റ് സൈസിലും കിട്ടണമെന്നുണ്ടെങ്കിൽ കോട്ടൺ 4-ply ആയിരിക്കും ബെസ്റ്റ്. ബാക്കിയുള്ള യാൺസൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ പ്രൊജക്റ്റൊക്കെ ചെയ്യാം. നമ്മൾ ഷൂവിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സും ബോ അങ്ങനെയൊക്കെ ചെയ്യാം. ഹെയറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇതുപോലെ ക്ലിപ്സ് ഞാൻ അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് കോട്ടൺ 4-ply യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഹെയർ ആക്സസറി ഒക്കെ ചെയ്തത് ആങ്കറിൻ്റെ യാൺ വെച്ചിട്ടാണ്. ഇതെല്ലാം കോട്ടൺ 4-ply വെച്ച് ചെയ്ത പ്രൊഡക്ട്സാണ്. നല്ല ഭംഗിയാണ് കാണാൻ ചെയ്ത് കഴിഞ്ഞാൽ. കോട്ടൺ 4-ply ചെയ്താലും നല്ല ഫിനിഷിംഗ് ആണ് കിട്ടുക. പിന്നെ വേറെ ഒരു ബ്രാൻഡിൻ്റെ വാർദ്ധമൻ പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കോട്ടൺ യാണാണിത്. ഇനി തിക്നെസ് കുറച്ച് കൂടും. ഇത് വെച്ചിട്ടൊന്നും ഞാൻ അമിഗുരുമി ചെയ്ത് നോക്കിയിട്ടില്ല. ചെയ്താൽ കുറച്ചുകൂടി ബിഗ്ഗർ പ്രൊഡക്റ്റാണ് കിട്ടുക. പക്ഷേ ഇത് വെച്ചിട്ട് ഞാൻ മെയിൻലി ഡ്രസ്സും ബീനി ഷൂ ഇതെല്ലാമാണ് ഞാൻ ചെയ്യാറ്. ആ ഡാർക്ക് ഗ്രീൻ കോട്ടൺ 8-ply ആണാണ്. ഈ മൾട്ടി കളർ കോട്ടൺ 6-ply ആണാണ്. ഇതെല്ലാം വെച്ച് ചെയ്താൽ കുറച്ചുകൂടി ബിഗ്ഗർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വലിയ സൈസ് അമിഗുരുമി പറയുമ്പോൾ ഇതിൻ്റെ പ്ലെയിൻ കളേഴ്സിൽ ചെയ്യാം. പിന്നെ മെയിൻലി ചെയ്യൽ ബീനിയും ഷൂ ഡ്രസ്സ്. ഞാൻ ഫുൾ ഡ്രസ്സ് ഇതുവരെയും ചെയ്തിട്ടില്ല. മെയിൻലി യോക്ക് പോർഷൻ ചെയ്ത് ബാക്കി ഫാബ്രിക് ആഡ് ചെയ്യലാണ്. അങ്ങനത്തെ നല്ല യാണ് അതൊക്കെ. കോട്ടൺ 4-ply വെച്ചിട്ടും ഡ്രസ്സ് ചെയ്യാറുണ്ട്. പക്ഷെ തിക്നെസ് കുറവായതുകൊണ്ട് കുറേ ടൈം ഇരുന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ 8-ply ആണ് വാങ്ങുന്നവർക്കും ബെസ്റ്റ്. പിന്നെ അമിഗുരുമി ചെയ്യാൻ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു യാണ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് 100% പ്യുവർ കോട്ടൺ അല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു മിക്സ് യാണാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യാറെന്ന്. അങ്ങനെയുള്ള ഒരു യാണാണിത്. ഐസ് ബ്രാൻഡിൻ്റെ അലാര പറഞ്ഞ കാറ്റഗറിയാണ്. ഇത് വെച്ചിട്ടും ഞാൻ അമിഗുരുമി ചെയ്യാറുണ്ട്. നല്ല ഭംഗിയാണ് ചെയ്യാൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രൊഡക്റ്റ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. കോട്ടൺ യാൺ മാത്രം വെച്ച് ചെയ്യുന്ന അത്ര വെയിറ്റ് ഉണ്ടാവില്ല. അലാര പറഞ്ഞ യാണ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. തിക്നെസ്സിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. 4-ply ആണ് രണ്ടും. പക്ഷേ അക്രിലിക് മിക്സ് ആയതുകൊണ്ട് കുറച്ചുകൂടി തിക്നെസ് കൂടുതലാണ്.
ബ്രാൻഡഡ് യാണ് യൂസ് ചെയ്യുമ്പോൾ അവർ അതിൻ്റെ കോമ്പോസിഷൻ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. 50% കോട്ടൺ യാൺ, 50% അക്രിലിക് യാണ്, അതുപോലെ നീഡിൽ സൈസ് എത്രയാണ് യൂസ് ചെയ്യേണ്ടത് അതൊക്കെ അവർ കറക്റ്റ് ആ യാണിൻ്റെ ലേബലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ അവർ നിറ്റിംഗ് സൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, 4mm. ക്രോഷ്യ ഹുക്കിലും 4mm തന്നെയാണ് ചെയ്യുക. പക്ഷേ അമിഗുരുമി ചെയ്യുമ്പോൾ എപ്പോഴും അവർ മെൻഷൻ ചെയ്തിട്ടില്ലേ ഉള്ള ഒരു ഹുക്ക് ബിലോ സൈസാണ് യൂസ് ചെയ്യുക കറക്റ്റ് ഫിനിഷിങ് കിട്ടാൻ. അപ്പോൾ അതിന് ഞാൻ 3mm ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് കോട്ടൻ്റെ 100% കോട്ടനെയാണ്. ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് 3mm നിറ്റിങ്ങും 3mm ക്രോഷ്യ ഹുക്കുമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യൽ 2.5mm ക്രോഷ്യ ഹുക്കാണ് ഇതിലെപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. നല്ല റിസൾട്ടാണ് ആ ഹുക്ക് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. സോ എല്ലാവരും ചോദിച്ച പോലെ ഞാൻ അമിഗുരുമി ചെയ്യുന്നത് ഈ 2 യാണ് വെച്ചിട്ട് തന്നെയാണ് എല്ലാ പ്രൊഡക്റ്റും ചെയ്തിട്ടുള്ളത്. ഐസി യാൺസിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റി കളേഴ്സ്, പേസ്റ്റൽ കളേഴ്സിലും ഡാർക്ക് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ കളേഴ്സൊക്കെ കാണാൻ. എൻ്റെ അടുത്തുള്ള കുറച്ച് കളേഴ്സ് കാണിച്ചു തരാം. എല്ലാ കളറും കാണിക്കുമ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് സാമ്പിൾ കളേഴ്സ് കാണിച്ചെന്ന്. ഇത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ മിനി പെൻഗ്വിൻ, അലാര പറഞ്ഞ യാണ് യൂസ് ചെയ്തതാണ്. ഇതിലുള്ള എലിഫൻറ്റ് അതെല്ലാം അലാര പറഞ്ഞ ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. ഈ പെൻഗ്വിൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ. ഇനി എൻ്റെ കയ്യിലുള്ള കുറച്ച് അക്രിലിക് യാൺസ് കാണാം. ഈ യെല്ലോ നാക്കോ ഇലൈറ്റ് ബേബി എന്ന ബ്രാൻഡിൻ്റെ യാണാണ്. നല്ല സോഫ്റ്റാണ്. ഇത് 100% അക്രിലിക് യാണാണ്. ഇത് ഒരു ബ്രാൻഡൊന്നുമില്ല, ഞാൻ യാണ് ഒരു പേജിൽ നിന്ന് ചൂസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. അക്രിലിക്കാണ്. ഇത് ഗംഗ എന്ന ബ്രാൻഡിൻ്റെ അക്രിലിക് യാണാണ്. പ്രധാന എംബ്രോയ്ഡറി സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അത്. ഞാൻ അക്രിലിക് യാണ് തീരെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് അതൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ ട്രൈ ചെയ്യണം വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മാജിക് നീഡിൽ നിന്ന് ഹോബി സ്റ്റോർ എന്ന ബ്രാൻഡിൻ്റെ ഒരു 100% പ്രീമിയം അക്രിലിക് യാണാണിത്. കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് വാങ്ങിയതാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാം. ഇതും അതുപോലെ കേക്ക് യാണാണ്. 100% പ്രീമിയം അക്രിലിക് ആൻറ്റി പില്ലി യാണാണ്. നല്ല സോഫ്റ്റാണ്. അതെല്ലാം ലൈറ്റ് വെയ്റ്റും ആണ്. ഇതിൻ്റെ തന്നെ പ്ലെയിൻ കളറാണിത്. ഒരുപാട് കളേഴ്സ് ഞാൻ വാങ്ങിയാണ്. കളർ ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. നല്ല രസമാണ് കാണാൻ. ഇത് ഹോബി സ്റ്റോറിൻ്റെ തന്നെ റീസൈക്കിൾ ഡെനിം യാണാണിത്. ഇത് വെച്ചിട്ട് ഞാൻ അമിഗുരുമിയിലെ ഒരു ഡോളിന് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെയർ ബോ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ നല്ല സോഫ്റ്റ് അല്ല, ഒരു ഡെനിം ടെക്സ്ചർ തന്നെയാണ് ഇതിന് വരിക. ഇനി എൻ്റെ കയ്യിലുള്ള കുറച്ച് വെൽവെറ്റ് യാൺസാണിത്. ഞാൻ ഇത് വെച്ചിട്ട് ഷൂവും പിന്നെ ഡോള് ചെയ്തിട്ടുണ്ട് അമിഗുരുമി തന്നെ. ഇത് ഐസിയാൻസ് എന്നൊരു ബ്രാൻഡിൻ്റെ വെൽവെറ്റ് യാണാണ്. നല്ല സോഫ്റ്റാണത്. ഇത് ഗംഗ എന്ന ബ്രാൻഡിൻ്റെ വെൽവെറ്റ് യാണാണ്. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയതാണിത്, ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ല. ഇതും ഐസിയാൻ്റെ വേറൊരു കളറാണ്. ഇനി ഇതൊരു മൾട്ടി കളർ യാണാണ്. ഇത് സിസ്റ്ററിലോ ഗിഫ്റ്റ് ചെയ്താണ്. ഇങ്ങനത്തെ കുറച്ച് കളേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നാക്കോയുടെ ബോൺ യാൺസാണ്. ഈ 2 ബ്രാൻഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഐസിയാണും നാക്കോയുടെ ബോൺ യാണും. ഇതൊരു ഫറി യാണാണ്. ഞാൻ ഷൂവിൽ ചെയ്തിട്ടുണ്ട് ഈ യാണ്. ഈ മേലത്തെ പോർഷൻ കണ്ടില്ലേ, ചെയ്താൽ നല്ല ഭംഗിയാണ്. ഇതൊരു വെൽവെറ്റ് യാണ് വെച്ചിട്ട് ഹെഡ് ബാൻഡ്. ഇതൊരു അമിഗുരുമി ചെയ്തതാണ്. ഇതിൽ വൈറ്റ് പോർഷനാണ് ഞാൻ വെൽവെറ്റ് യാണ് വെച്ച് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. ബാക്കി ഹെഡെല്ലാം റാപ്പ് ചെയ്ത ഫ്ലവേഴ്സൊക്കെ ഞാൻ കോട്ടൺ 4 ആണ് വെച്ചിട്ടും പിന്നെ അതിലുള്ള സ്മോൾ ഫ്ലവർ ആങ്കർ മെഴ്സറൈസ്ഡ് ആണ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറാണ്. നല്ല ഭംഗിയാണ്. ഇനി എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്രോഷ്യ ഹുക്സ് കാണാം. ഇത് ആമസോണിൽ വാങ്ങിയിട്ടുള്ള ഹുക്കാണ്. ഓൾമോസ്റ്റ് 8 years ആയി ഇപ്പോൾ വാങ്ങിയിട്ട്. നല്ല ഹുക്സാണത്. പ്ലാസ്റ്റിക് ഹാൻഡിൽ വന്നിട്ടുള്ള അലുമിനിയം ഹുക്സാണത്. ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഹുക്കാണ്. അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റിലാണ് ആമസോണിൽ ഉള്ളതും. പിന്നെ ഇത് അലുമിനിയം ഹുക്സാണ്. പോണി പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ അലുമിനിയം ഹുക്സാണിത്.
അലുമിനിയം ഹുക്സ് അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ഹാൻഡിൽ വരുന്ന അലുമിനിയം ഹുക്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബിഗിനേഴ്സിന് ബെസ്റ്റ്. കാരണം ഇതുപോലെ ഹുക്സ് തന്നെ പ്ലാസ്റ്റിക് ഹുക്സ് ഒക്കെ അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് ഹുക്സ്, വുഡൻ ഹുക്സ്, അതൊക്കെ വെച്ചിട്ട് ബിഗിനേഴ്സ് ചെയ്താൽ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത് ഒരു അലുമിനിയം ഹുക്സ്, പോണി എന്ന ബ്രാൻഡിൻ്റെ തന്നെ 12mm ഹുക്കാണത്. കുറച്ച് ചങ്കിയാണിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് നിക് പ്രോ പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഹുക്കാണ്. എനിക്ക് ഇങ്ങനത്തെ ഹാൻഡിൽ വരുന്ന ഹുക്ക് യൂസ് ചെയ്യാനാണ് കൂടുതൽ കംഫർട്ടബിൾ. ഇത് നിക് പ്രോയുടെ തന്നെ ഡബിൾ എൻഡഡ് ക്രോഷ്യ ഹുക്കാണ്. 7mm 8mm പറഞ്ഞ 2 സൈസ് ഉണ്ടാവും ഒരു ഹുക്കിൽ തന്നെ. ഇത് ഇൻസ്റ്റഗ്രാം പേജിൽ പാരറ്റ് ഫ്ലവേഴ്സ് എന്നൊരു പേജിൽ നിന്ന് വാങ്ങിയ ഒരു റെസിൻ ഹുക്കാണത്. ഹുക്ക് ചൂസ് ചെയ്യേണ്ടത് ഓരോ യാണിനനുസരിച്ചാണ്. യാണിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹുക്കിൻ്റെ സൈസും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് 2.5ഉം 3mm ഹുക്കുമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി നീഡിൽസ് നോക്കാം. നീഡിൽസ് ക്രോഷ്യ പ്രൊജക്റ്റിൽ മെയിൻലി ബ്ലണ്ട് നീഡിലാണ് യൂസ് ചെയ്യൽ. സാധാ എംബ്രോയ്ഡറി നീഡിലല്ല യൂസ് ചെയ്യുക. ഇതുപോലെ ബ്ലണ്ട് ആയിട്ടുള്ള നീഡിൽ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നീഡിലാണ്. അമിഗുരുമി ചെയ്യാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും ബെസ്റ്റ്. പിന്നെ കുറച്ചുകൂടി ബിഗ്ഗർ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് നീഡിൽസ് യൂസ് ചെയ്യാം. വലിയ യാണ് വെച്ചിട്ട് അമിഗുരുമി ചെയ്യുമ്പോൾ, ഞാൻ വെൽവെറ്റ് യാണ് വെച്ചിട്ട് അമിഗുരുമി ഷീപ്പൊക്കെ ചെയ്യുമ്പോൾ ഈ യാണ് വെച്ചിട്ടാണ് അതിൻ്റെ ടെയിലെൻ്റെയൊക്കെ ഹൈഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. കണ്ടില്ല, ഈ യാണിൽ കുറച്ചുകൂടി സൈസ് കൂടുതൽ നീഡിൽ വേണം. അപ്പോൾ പ്ലാസ്റ്റിക് നീഡിലാണ് ബെസ്റ്റ്. പിന്നെ ഒരു അലുമിനിയം നീഡിലാണിത്. ഇതിൽ സ്മോൾ സൈസും യൂസ് ചെയ്യാം, ബിഗ്ഗർ സൈസ് ചെയ്യാനും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതൊരു പ്ലാസ്റ്റിക് ഹോളായതുകൊണ്ട് ഫ്ലെക്സിബിളാണ്. അത് എത്ര വലുതാക്കിയാലും എത്ര ചെറിയ ആണും വലിയ ആണൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് ചെയ്യാം. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സെറ്റ് ഓഫ് നീഡിൽസ് തന്നെ ഉണ്ട്, ഡിഫറെൻറ്റ് സൈസ് അനുസരിച്ച്. ഇത് ഒരു നീഡിൽ മൈൻഡറാണ്. നീഡിൽസൊക്കെ മിസ്സാവാതിരിക്കാൻ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ചോദിച്ച പോലെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ യാൺസും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.